ഹലോ ഗീസ്, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി മത്സരിച്ച് ഒരുങ്ങി പോകുന്ന വേറെ അങ്ങോട്ടുമല്ല, നമ്മളടുത്തുള്ള പള്ളിയിൽ ഇന്ന് പെരുന്നാളാണ്. പുലിച്ചിറ മാതാവിൻ്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാർക്ക് ഭയങ്കര ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ. തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഈ 3 ദിവസം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് റെഡിയായിട്ട് നേരെ അമ്മാമ്മ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. വേറെ ഒന്നുമല്ല, അവിടെ അങ്ങ് വണ്ടി ഇടാനായിട്ട് സ്ഥലം കാണില്ല. അപ്പോൾ ഇവിടെ സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് നടന്നു പോകാൻ. ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് എൻ്റെ കൂടെ വന്ന കുട്ടിപ്പട്ടാളങ്ങളെല്ലാം അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ വീഡിയോകളിലും ലൈറ്റ്സൊക്കെ ഇട്ടേക്കും. കുറേ നേരത്തെ ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിലാണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ കൂടുതലും പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസമായിരിക്കും നേർച്ചയിടാനാണെങ്കിലും മാതാവിനെ കാണാനാണെങ്കിലും കയറാറുള്ളത്. പുലിച്ചിറ മാതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ പാളയും കയറും ഉപ്പും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഈ ദിവസങ്ങളിൽ വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ലൈറ്റ്സൊക്കെ കാണാനും പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. പള്ളിത്തൊടി പോയിട്ട് കുറച്ച് ലൈറ്റ്സും ദീപക്കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ പോയത് പള്ളിക്കകത്തേക്കാണ് കേട്ടോ. അവിടെ എന്തൊക്കെയോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതെന്തിനുള്ള പ്രാർത്ഥനയാണെന്ന് അറിഞ്ഞില്ലെങ്കിലും അവിടെ പോയി കുറേ നേരം ഇരിക്കുമ്പോഴത്തേനും ഒരു വല്ലാത്ത ആശ്വാസമാണ്. പിന്നെ എല്ലാ പ്രാവശ്യത്തെ കഴിഞ്ഞ് ഒരുപാട് ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റോളുകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ നേർച്ചയ്ക്കായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ഭിക്ഷ എടുക്കാൻ വേണ്ടി വരുമായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ ഭയങ്കര കുറവായിരുന്നു. അവരെ നമ്മൾ വരുത്തരെന്നാണ് പറയുന്നത്. അവർ നമ്മൾ വീട്ടിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വരാറുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ നേർച്ചയായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ മാറ്റങ്ങളായിട്ട് നമ്മളെ പെരുന്നാൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മൾ ഓരോ വയസ്സും കൂടി വരുന്നുണ്ട്. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ സ്റ്റോറിലേക്കാണ് കേട്ടോ പോയത്. ആദ്യം തന്നെ കുറേ കുക്കീസാണ് കണ്ടത്. ആദ്യമായിട്ടാണ് കുക്കീസിൻ്റെ ഐറ്റംസൊക്കെ പള്ളിയിൽ വരുന്നത്. കാണാനൊക്കെ പല കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. വേറൊന്നുമല്ല, കുക്കീസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നേരെ പോയത് റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ട പഴംപൊരിയും ബീഫും റോൾ കഴിക്കാനാണ്. ഒരു റോളിൽ അവർ 85 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അവിടെ തന്നെ ഇങ്ങനെ കുറേ കോംബോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സോഫ്റ്റ് ഐസ്ക്രീമാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഐസ്ക്രീം കോംബോ ഓഫറായിട്ട് 4 100 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. ഐസ്ക്രീം നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ഐസ്ക്രീം വീണ്ടും ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. കൈ കെട്ടിയപാടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ഈ ഐസ്ക്രീം ആണെങ്കിലും ബീഫ് റോൾ ആണെങ്കിലും. പഴംപൊരി ബീഫ് റോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം കുറച്ച് കത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഐസ്ക്രീമിൻ്റെ കോംബോ ഓഫർ നല്ല വർത്തായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തോടെ പോകുമ്പോഴത്തേന് കൂടുതലും കോംബോ ഓഫേഴ്സ് ആയിരിക്കുമല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും ഒന്ന് ട്രൈ ചെയ്യണമെന്നല്ലാണ്ട് വയറ് നിറയ്ക്കണമെന്ന് ആർക്കും ഒരു ഉദ്ദേശമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം 1-2 വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത്. അടുത്ത് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോയത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗുൽക്കണ്ടാണ് കേട്ടോ. നമ്മളെ കൊല്ലം ബീച്ചിൽ സ്റ്റാർട്ട് ചെയ്തവരുടെ ഷോപ്പ് തന്നെയായിരുന്നു നമ്മളെ പുലിച്ചിറ പള്ളിയിൽ വിട്ടിരുന്നത്. നമ്മളെ കൊല്ലം ബീച്ചിൽ വന്നപ്പോഴേ ഇത് കഴിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കൊല്ലത്ത് പല ഷോപ്പുകളിലും ഇപ്പോൾ ഗുൽക്കണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആയിരിക്കില്ല എന്ന് പല റീലുകളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. 70 രൂപയ്ക്കാണ് ഗുൽക്കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 വാങ്ങിച്ചിട്ട് അതും ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിച്ചത്. ആ ബട്ടറിൻ്റെ റോസ്പെറ്റലിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ടേസ്റ്റാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേന്ന്. വാനിലയ്ക്ക് 70 ബാക്കി എല്ലാ ഫ്ലേവേഴ്സിനും 100 റുപ്പീസുമാണ് ചാർജ് ചെയ്യുന്നത്. നമ്മളെ കൂട്ടത്തിൽ ഗുൽക്കണ്ട് ഇഷ്ടപ്പെടാതിരുന്ന ഒരേ ഒരാൾ ഉണ്ണിമോളാണ് കേട്ടോ. അവർക്ക് ഈ പാനിപ്പൂരിയും ബജീസും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ പാമ്പിനെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഗാനമേള നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. ഗാനമേളയൊന്നും പഴയ പോലെ ഒരു ഓളം കിട്ടാത്തത് എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്തതെന്ന് അറിയാൻ വയ്യ. ഈ ബലൂൺ വയ്ക്കുന്ന ചേച്ചി ഒരു വിധത്തിൽ ഞങ്ങളെടുത്തൊന്നും മാറുന്നില്ലായിരുന്നു. അവസാനം ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ലൈറ്റ് എത്തുന്ന കിരീടം വാങ്ങിച്ചു. വെറുതെ വായി നോക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ മുതലാക്കുമല്ലോ. അങ്ങനെ നിന്നുള്ള വായി നോട്ടോട്ടത്. പിന്നെ കുറച്ച് നേരം അവിടെ പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നെ കേൾക്കുന്ന പാട്ടിൻ്റെ ഒരു സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ സ്റ്റെപ്പാണ് കേട്ടത്. പിന്നെ ഇത് വേറെ ഏതോ ഒരു ചേട്ടൻ നിന്ന് സ്റ്റെപ്പ് ഇടുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്നപ്പോഴത്തേനാണ് പള്ളിത്തൊടിയിൽ കമ്പം തുടങ്ങി. പിന്നെ അത് കാണാനായിട്ട് പോയി. ഈ കമ്പം ഒരുപാട് നേരം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടും തീരുന്നില്ലായിരുന്നു. പിന്നെ ഇതൊന്നും ഒരുവിധം തീരാതെ നമ്മളാരും വീട്ടിലേക്ക് പോകത്തില്ല, കാരണം ഇത് വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം അങ്ങ് എൻജോയ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ ഈ തിരക്കൊക്കെ കുറഞ്ഞിട്ട് വേണം മാതാവിനെ ഒന്ന് നല്ലപോലെ കണ്ട് നേർച്ചയിടാനായിട്ട്. ഇടയ്ക്കൂടെ ചേട്ടൻ നിന്നിറന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം തീരാതെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയിൽ കിടന്ന് കറങ്ങുന്നതായിരുന്നു, നമുക്ക് അത്ര ക്ഷീണമൊന്നും തോന്നത്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായിരിക്കും, നടക്കാനേ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ.